ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു തക്കാളി കറിയുടെ റെസിപ്പിയിലാണ് വന്നേക്കുന്നത്. നമുക്ക് ചോറിന് കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തക്കാളി കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് ചെറുതാക്കി അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇടണം. പിന്നെ ഇത്തിരി വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊരു ബേസാണ്, നമുക്ക് ലാസ്റ്റ് ഇട്ടാലും മതി. പിന്നെ നമ്മൾ എരിവനുസരിച്ചിട്ടുള്ള മുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി നന്നായിട്ട് മിക്സാക്കി നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരും. അതിൻ്റെ അതൊന്ന് മൂത്ത് സെറ്റായി വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, നമ്മൾ ഇട്ട് കൊടുത്തില്ല. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സാക്കി നമ്മളുടെ ആ മുമ്പ് വഴറ്റിയെടുത്ത ഉള്ളിയിലേക്കും സംഭവത്തിലേക്കും നല്ലോണം മിക്സാക്കി എടുക്കണം. കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇച്ചിരി പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ഷെഫുമാരൊക്കെ പറയുന്ന പോലെ സ്നേഹത്തോടെ കുറുക്കിയെടുക്കണം. അപ്പോൾ അതൊന്ന് ആ ഉള്ളി സംഭവങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്ക് കുറച്ചും ഗ്രേവി ആയിട്ടും കിട്ടും. എന്നിട്ട് അതൊന്ന് തിളച്ച് ചെറുതായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇടുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലി ചെപ്പും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അതിട്ട് കൊടുത്ത് നന്നായിട്ട് നേരത്തെ ആ മസാലകൾ നമ്മുടെ തക്കാളിയിലേക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെട്ടെന്ന് ഇത് വെന്ത് ഉടഞ്ഞ് പൊക്കോളും. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അങ്ങനെയാണ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റായപ്പോൾ ഇത് കുറച്ച് സൈസ് കൂടിപ്പോയി. പിന്നെ ഇത് ലാസ്റ്റ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് വേവാൻ വയ്ക്കണം. ഇനി തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് ആ തക്കാളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി ആ നമ്മുടെ നേരത്തെ മസാല എല്ലാം കൂടി കുറുക്കി വരുമ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി, നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്കൊരു അടിപൊളി തക്കാളിക്കറി കിട്ടും. കുറച്ച് നേരം അടച്ച് വേവിച്ചിട്ട് അതൊന്ന് ഇടയ്ക്ക് പൊക്കി നോക്കുമ്പോൾ നല്ല സ്മെല്ലും മണവും. എൻ്റെ പൊന്നേ, കൊതിയാവും, ചോറ് തിന്നാൻ കൊതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയുടെ പച്ചമണം ഒക്കെ ഒന്ന് സെറ്റാക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടി സെറ്റാക്കിയിട്ട് ഒരു അരമണിക്കൂറല്ല, ഒരു 5 മിനിറ്റും കൂടി 5 മിനിറ്റും കൂടി ഒന്നും കൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഓക്കെ, നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ കറിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ചൂടുള്ള റേഷനരി ചോറിലേക്ക് ഈ കറി അങ്ങോട്ട് വെച്ചിട്ട് പറയുമ്പോൾ തന്നെ പിന്നെ കുറച്ച് കൊഴുവ ഫ്രൈ വറുത്തതും കൂടി വെച്ചിട്ട് ഇത് കൂട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നല്ല ചൂടുള്ള ചോറിലേക്ക് ഈ തക്കാളി ചമ്മന്തിയും ഒരു കൊഴുവയും കൂട്ടിയിട്ട് ഒരു പിടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. ഇന്നലെ ഞാനിതാണ് കഴിച്ചത്. പിന്നെ പുറത്ത് നല്ല മഴയും തണുപ്പായിരുന്നു. പറഞ്ഞപ്പോൾ